സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും ആലപ്പുഴ ജില്ലയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന റോഡാണ് AC റോഡ് എന്ന് പറയപ്പെടുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. AC റോഡിന്റെ ഇടത് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കനാല്. അതിനെ പുത്തനാർ എന്നാണ് പറയുന്നത്. ഈ റോഡ് പണിയാനായിട്ട് മണ്ണെടുക്കുമായിരുന്നല്ലോ, അന്ന് ചെളി എടുത്തിട്ടാണ് ഈ റോഡ് പണിഞ്ഞത്. ആ ചെളി എടുത്ത ഭാഗമെല്ലാം പിന്നീട് നദിയായിട്ട് മാറുകയായിരുന്നു. അതിനെയാണ് പുത്തനാർ എന്ന് പറയുന്നത്. ഇപ്പോൾ അപ്പർ കുട്ടനാട്ടിൽ ഉണ്ടാകുന്ന പ്രളയജലത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കനാൽ ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നെടുമുടി ആറിലേക്കും അല്ലെങ്കിൽ പള്ളാത്തുരുത്തിയിലേക്കുമാണ് ആ പ്രളയജലം എത്തുന്നത്. 1957 11 പാലങ്ങളോട് കൂടി ഈ AC റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. AC റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഹൈവേ 11 ഈ കുട്ടനാട്ടിലുണ്ടാകുന്ന ഈ പ്രളയം കാരണം ഈ റോഡ് പല മൺസൂൺ സീസണിൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം അത്ര എളുപ്പമല്ല. അപ്പോൾ മിക്കപ്പോഴും റോഡ് അടച്ചിടുകയാണ് പതിവ്. ബസ്സിലൂടെ ഒക്കെ പോകുന്നവർക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബസ്സിന്റെ പ്ലാറ്റ്ഫോം വരെ ആ വെള്ളം എത്തും. ആ നാട്ടിലെ ജനങ്ങളുടെയും കാര്യം ആ ഒരു ഫ്ലഡിന്റെ സമയത്ത് വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഇതിൽ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 671 കോടി രൂപ മുടക്കി ഒരു സെമി എലവേറ്റഡ് ഹൈവേ ആണ് ഈ 24 കിലോമീറ്ററിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അടുത്ത് തന്നെ കമ്മീഷൻ ചെയ്യാനാണ് സാധ്യത. പ്രധാനപ്പെട്ട ജംഗ്ഷൻസ് ആണ് കിടങ്ങറ, കോരവളവ്, രാമങ്കിരി, പള്ളിക്കുട്ടമ്മ, മങ്കമ്പ്, നെടുമുടിയൊക്കെയാണ് ഈ റോഡ് പാസ് ചെയ്യുന്ന പ്രധാന ജംഗ്ഷനുകൾ. ഇതിൽ പള്ളാത്തുരുത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് യാർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഉപകാരമാണ്. ഏറ്റവും നല്ല ഭംഗി, ഒരു സൈഡിൽ കനാൽ, മറ്റൊരു സൈഡിൽ നല്ല പാടങ്ങളാണ്. കൊയ്ത്തിന്റെ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കാണാൻ തന്നെ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പാടങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഒരുപാട് ഷാപ്പുകളും ഉണ്ട് ഇതിന്റെ റോഡിന്റെ 2 സൈഡിലും. കുട്ടനാട് എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗി തന്നെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ. ഇപ്പോൾ റോഡിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്രാക്ലേശമുണ്ട്. എന്നാലും റോഡ് കുറേ സൈഡിലെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് സൈഡിൽ അവർ മെയിൻ്റനൻസ് വർക്കൊക്കെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. കുട്ടനാട്ടിലെ താറാവ് കറിയും അപ്പമൊക്കെ കൂട്ടി കഴിക്കാനും ഒരു അവസരമുണ്ട് അതിലേക്കൂടെ യാത്ര ചെയ്യുന്നവർക്ക്. KSRTCക്ക് മാത്രമേ ഉള്ളൂ അതിലേക്കൂടെ സർവീസ് നടത്താൻ അധികാരം. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളാത്തുരുത്തിയിലെ ബോട്ട് യാർഡ്, ഹൗസ് ബോട്ട് അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് AC റോഡിന്റെ കാഴ്ചകൾ. AC റോഡിൽ നിന്ന് നമ്മൾ ഇത് റോഡ് നേരെ നാഷണൽ ഹൈവേയിലോട്ടാണ് ചെന്ന് മുട്ടുന്നത്. അതിനു മുമ്പ് ഒരു കളർ കോഡ് എത്തിക്കഴിഞ്ഞാൽ ഇത് ആലപ്പുഴ സ്റ്റാൻഡിലോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് ഒരു ടേൺ എടുത്തിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ആലപ്പുഴ ബസ് സ്റ്റാൻഡാണ്. വളരെ പഴയൊരു ബസ് സ്റ്റാൻഡാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. ഒരുപാട് സർവീസുകൾ ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി ഉള്ളത്. ബോട്ടിന് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ റോഡിലെല്ലാം വെള്ളം കയറും. അതാണ് ഒരു കഷ്ടം. റോഡിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നല്ല ഭക്ഷണമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുന്ന് ഞാൻ ആലപ്പുഴ ടൗൺ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു സൈഡിൽ കനാല്, ഒരു സൈഡിൽ റോഡ്, ഒരുപാട് ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴ വരെയുള്ള വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.